ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. യോദ യോഹന്നാൻ്റെയും യോഹന്നാൻ റേസായുടെയും റേസ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ലൂക്കോസിൻ്റെ വംശാവലിയിലുള്ള 6 പേരുകളാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. വംശാവലിയിലെ മിക്ക പേരുകളും അത്ര സുപരിചിതമായ ആളുകളല്ല എങ്കിലും ഈ വാക്യത്തിൽ പഴയ നിയമത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു പേർ നാം കാണുന്നു. സലാത്തിയുടെ മകൻ സെറുബാബേൽ. 2 രാജാക്കന്മാർ 25-ാം അധ്യായം 1 മുതൽ 12 വരെ നാം വായിക്കുന്ന ജെറുസലേമിൻ്റെ പതനവും അതിന് കാരണമായ സിദ്ക്കിയ രാജാവിൻ്റെ തിന്മയും പിന്നീട് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ തൻ്റെ 19-ാം ഭരണവർഷം തൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബൂസരാദൻ ജെറുസലേമിൽ വന്ന് അവിടെയുള്ള വീടുകളും മാളികകളുമെല്ലാം കത്തിച്ചാമ്പലാക്കുകയും ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർക്കുകയും യഹൂദ ജനത്തെ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ 70 വർഷത്തെ ആ പ്രവാസകാലത്ത് അവിടെ വെച്ച് ബാബിലോണിൽ വെച്ച് സലാത്തിക്ക് ജനിച്ച മകൻ സെറുബാബേലിനെ നാം ഇവിടെ കാണുകയാണ്. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഒരു ഗവർണറായിരുന്ന സെറുബാബേൽ ജെറുസലേമിൽ മടങ്ങിയെത്തുകയും തകർന്ന ദേവാലയം നന്നാക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായി തീരുകയും ചെയ്യുന്നത്. യേശുവിൻ്റെ ദൈവപുത്രൻ്റെ വംശാവലിയിൽ വരുന്ന ഒരു പിതാമഹൻ. ബാബിലോൺ പ്രവാസത്തിനും യേശുവിൻ്റെ പ്രത്യക്ഷത്തിനുമിടയിലുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ വീരനായകന്മാരിൽ ഒരാളായിരുന്ന സെറുബാബേൽ. BC 566 മുതൽ BC 510 വരെ ജീവിച്ചിരുന്ന സെറുബാബേൽ പുരോഹിതനായ യേശുവയ്ക്കൊപ്പം ദൈവത്തിൻ്റെ ആലയം 2-ാം തവണ പുനർനിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ ആ ദൈവജനത്തെ നയിക്കുന്ന സെറുബാബേൽ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച മഹത്തായ ഒരു ദൗത്യം, അത് ചെയ്യുവാൻ ദൈവം നിയോഗിച്ച ദൈവപുത്രൻ്റെ വംശാവലിയിൽ നിന്നുള്ള ഒരംഗം. മുൻപുണ്ടായിരുന്ന ആലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയുവാൻ തുടങ്ങിയ സെറുബാബേലിനെ അവിടെയുള്ള പ്രാദേശിക ജനങ്ങളിൽ നിന്നും വളരെയധികം എതിർപ്പ് നേരിടേണ്ടി വരികയും ആലയത്തിൻ്റെ പുനർനിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരികയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം സെക്രിയാവെന്ന പ്രവാചകനിലൂടെ അവർ ആരംഭിച്ച പുനർനിർമ്മാണം പൂർത്തിയാക്കുവാൻ സെറുബാബേലിനെയും ജനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും ദേവാലയം പൂർത്തിയാകുമെന്ന് സെക്രിയാവ് പ്രവചിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് എന്ന് സെറുബാബേലിനെയും ഇസ്രായേൽ ജനത്തെയും ഓർമ്മപ്പെടുത്തുന്ന സെക്രിയ പ്രവാചകൻ. തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത സിദ്ക്കിയ രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ മൂലവും ജാതികളുടെ മ്ലേച്ഛതകളെപ്പോലെ വളരെ അകൃത്യം ചെയ്ത യഹൂദജനം ഇസ്രായേലിൻ്റെ യഹോവങ്കിലേക്ക് തിരിയാതെ വണ്ണം തങ്ങളുടെ ഹൃദയം കഠിനമാക്കിയ ആ ഒരു സമയം പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും തൻ്റെ വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചു. എങ്കിലും അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അവിടുത്തെ ജനത്തിനെതിരെ ഉയരുകയും ചെയ്യുകയാണ്. ആ ക്രോധമാണ് അവരെ 70 വർഷത്തെ പ്രവാസത്തിലേക്ക് നയിച്ചത് എങ്കിൽ ദൈവമേ, ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ ചെയ്തികൾ, നിന്നെ കോപാകുലനാക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തികൾ, ഇതെല്ലാം ദൈവമേ ഞങ്ങളെ നിന്നിൽ നിന്നും അകറ്റി നീ ഞങ്ങളെ ഒരു പ്രവാസത്തിലേക്ക് തള്ളിവിടാതെ നിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഞങ്ങളെയും നീ പണിയണമേ. ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചെറിയ തോതിൽ ആരംഭിക്കുന്നതും
ഇവിടെ സെറുബാബേലും ജനങ്ങളും അവശിഷ്ടങ്ങളിൽ നിന്ന് ആരംഭിച്ച് പതുക്കെ ആലയം പുനർനിർമ്മിച്ചതുപോലെ തൻ്റെ ജനത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് നസറേത്തിലെ ആ എളിയ കുടുംബത്തിൽ നിന്നും ജനിച്ച ഒരു കുഞ്ഞിൽ നിന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി സെറുബാബേലിൻ്റെ വംശാവലിയിൽ ജനിച്ച യേശുവിൽ പൂർത്തിയാകുന്ന നിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഒരംഗമായി ദൈവമേ എന്നെ പുതുക്കിപ്പണിയുവാൻ, ഞങ്ങളെ പുതുക്കിപ്പണിയുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.